മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുള്ള കടലയാണ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേനും ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുമുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേനും ഇതിനകത്തോട്ട് ഞാൻ മീഡിയം വലുപ്പമുള്ള സവോള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവോള നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് നിറമൊക്കെ മാറി വരണം, എന്നാലേ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഉള്ളിയുടെ നിറമൊക്കെ മാറി ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ നിറമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും 1 ടീസ്പൂൺ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ എത്രത്തോളം നമ്മൾ വഴറ്റിയെടുക്കുന്നു അതിനനുസരിച്ച് തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റും കൂടും. ഇനി ഇതിനകത്ത് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മീഡിയം വലുപ്പമുള്ള 2 തക്കാളി ഫൈനായിട്ട് അരച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഒരു 2-3 മിനിറ്റ് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇനി ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് തേങ്ങ ചിരകിയതും 2 ഗ്രാമ്പൂവും 1 ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച പേസ്റ്റാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ആദ്യം നമ്മൾ പൊടികളുടെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൈസസിൻ്റെ അളവ് ഈ ഒരു അളവിൽ കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ലേശം വെള്ളം കൂടെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ കടലയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുകയും വേണം. കടലയും കൂടെ ചേർത്ത് കൊടുത്തൊരു 5 മിനിറ്റ് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കണ്ടോ, മുകളിൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. കുറുകിയ ചാറോടുകൂടിയ ഈ കടലക്കറി നമുക്ക് അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഒരു തവണ ഒന്ന് തയ്യാറാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.